കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ശാന്തമായി ഒഴുകുന്ന കല്ലടയാറിന്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഏതാനും കിലോമീറ്ററുകൾ ദൂരത്തായുള്ള ചോഴിയക്കോട് മിൽപ്പാലം കടവ് വനസൗന്ദര്യവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് കൂടിയപ്പോൾ ആരെയും ആകർഷിക്കുന്ന അപൂർവത. ഈ വശ്യതയാണ് വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ആളുകൾ ഇവിടെ എത്തുകയും പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. ശാന്തമായി ഒഴുകുന്ന കല്ലടയാറ്റിലൊന്ന് കുളിക്കണമെന്ന് ആർക്കും തോന്നാം. എന്നാൽ ശാന്തമായി ഒഴുകുന്ന ഇവിടെ പതിയിരിക്കുന്ന അപകട ചുഴികളെ പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. ശക്തമായ ജലനിരപ്പുള്ളപ്പോഴും വരൾച്ചാ സമയത്തും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പുറത്തുനിന്നും എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിലേറെ. കഴിഞ്ഞ 6 വർഷത്തിനിടെ 10ഓളം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. ഏറെയും യുവാക്കളും വിദ്യാർത്ഥികളും. രാജമ്മക്കയം, വിൽസന്റ് കയം എന്നിങ്ങനെ 2 കയങ്ങൾ ഇവിടെ എത്തുന്ന അപരിചിതരെ മരണത്തിലേക്ക് പിടിച്ചെടുക്കുകയാണ്. സൂചനാ മുന്നറിയിപ്പ് ബോർഡും ചെക്ക് പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയൊന്നും പക്ഷേ ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കാറേയില്ല. കാര്യമായ ശ്രദ്ധ അധികാരികളും ഇവിടെ നൽകാറില്ല. തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി 31 വയസ്സുള്ള ഫൈസൽ എന്ന യുവാവ് മിൽപ്പാലം കടവിൽ മുങ്ങി മരിച്ചതാണ് ഒടുവിലത്തെ ദുരന്തം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്ന് വാർഡംഗവും സ്ഥലവാസിയുമായ ഷീല സത്യൻ ആരോപിക്കുന്നു. പ്രദേശത്ത് മുമ്പ് രൂപീകരിച്ച വനം സംരക്ഷണ സമിതികളുണ്ട്. ഇവർക്ക് ഇവിടെ സുരക്ഷാ ചുമതല നൽകുകയോ വനംവകുപ്പ് നേരിട്ട് സുരക്ഷ ഒരുക്കുകയോ ചെയ്യണമെന്നും ഷീല സത്യൻ ആവശ്യപ്പെടുന്നു. ഇത് കാണാനും ആസ്വദിക്കാനും വരുന്നവരുണ്ട്, അല്ല കുളിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു സുരക്ഷാ കവചം നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ടൈമിൽ ഞാൻ VSSന്റെ അംഗമായിരിക്കവേ ഇവിടെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു വാച്ച്മാൻ ഈ കല്ലടയാറ്റിൽ ഇങ്ങനെ കുളിക്കാൻ വരുമ്പോൾ അതിലൊരു ബാറ്റ്സ്മാൻ വേണം എന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഫോറസ്റ്റുകാരൊന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ VSS ഇപ്പോഴും വാച്ചർമാരുണ്ടായിരുന്നു. അവർ വന്ന് ഈ കുളിക്കാരെ ഒന്ന് നിയന്ത്രിക്കാനോ അവർ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോൾ അവരുടെ മാർച്ച് അവരുടെ പണി തീർന്നു എങ്കിലും ഫോറസ്റ്റുകാർ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങളായിട്ടും ഇതിനൊരു സുരക്ഷ ഇതുവരെ അവർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് തീരുമാനം ഇതുവരെയും തന്നെ എടുത്തിട്ടില്ല. ഈ മനോഹരമായ ഈ കല്ലടയാറ്റിൽ മഴക്കാലമായാൽ തന്നെ ഇവിടെ ഈ പാലത്തിൻ്റെ പുറത്തുകൂടെ വെള്ളം മറിയുന്ന ഒരു അവസരമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ മേൽഭാഗമെല്ലാം പോയത്. പ്രദേശത്ത് കുളിക്കടവ് നിർമ്മിക്കുകയും വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായി പ്രത്യേക ടൂറിസം പാക്കേജ് നടപ്പിലാക്കണമെന്നും വർഷങ്ങളായി ആവശ്യപ്പെടുകയാണെന്നും പക്ഷേ ബന്ധപ്പെട്ടവരുടെ നിസ്സഹകരണം ടൂറിസം പദ്ധതി എന്ന ആവശ്യത്തെ പിന്നോട്ടടിക്കുകയായിരുന്നുവെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KJ അലോഷ്യസ് പറയുന്നു. വളരെ മനോഹരമായ അതോടൊപ്പം തന്നെ പ്രകൃതി രമണീയമായ 2 കുളിക്കടവുകളാണ് കോഴിക്കോട് മിൽപ്പാലം പ്രദേശത്തുള്ള ഈ നെറ്റിപ്പാറ എന്ന് പറയുന്ന ഈ ഭാഗവും തൊട്ട് താഴെ മിൽപ്പാലം കടവ്. ഈ 2 കടവുകളിലും മിക്കവാറും അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലുമെല്ലാം നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമെല്ലാം നിരവധിയായ ആളുകളാണ് കുടുംബസമേതം ഇത് കാണുന്നതിനും ഇത് ആസ്വദിക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ ആയി വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കുളിക്കടവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ശരിയായ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ പലപ്പോഴും അപകടത്തിൽപ്പെടുകയും അതോടൊപ്പം തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ള നിരവധിയായ അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു സമയത്ത് മിൽപ്പാലം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുളിക്കടവ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ DFO വന്ന്
സ്ഥലപരിശോധന നടത്തുകയും അതിന് വേണ്ടുള്ള ക്രമീകരണങ്ങൾ, സംരക്ഷണ വേലി, സംരക്ഷണ ഭിത്തി, മുന്നറിയിപ്പ് എല്ലാം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടും നിർഭാഗ്യവശാൽ അതിപ്പോഴും പേപ്പറിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആയിട്ട് ഇത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ആവശ്യമായ മുന്നറിയിപ്പുകളും സംരക്ഷണ വേലി അടക്കമുള്ളത് ഇത് നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് കുളിക്കടവ് ആളുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ, ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ഇത് മാറുകയുള്ളൂ. അതേസമയം അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയുമില്ലാത്തതിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. നാട്ടുവാർത്ത, മടത്തറ.